സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ ഗൃഹവൈദ്യ അറിവുകളിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അല്പം വലിയ വീഡിയോ ഇടുകയുണ്ടായി. പല രോഗത്തെക്കുറിച്ചും രോഗകാരണത്തെക്കുറിച്ചും പരിഹാര മാർഗങ്ങളെക്കുറിച്ചുമുള്ള നല്ല ചിന്തകളും അറിവുകളുമാണ് കഴിഞ്ഞ നാളുകളിലൂടെ തന്നുകൊണ്ടിരിക്കുന്നത്. ധാരാളം പേർ കാണുന്നുണ്ട്, ധാരാളം പേർ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. നല്ല വാക്കുകൾക്ക്, നല്ല കമൻറ്റുകൾക്ക്, നല്ല അഭിപ്രായങ്ങൾക്ക് ആദ്യമായി നന്ദി അറിയിക്കുകയാണ്. ഇന്നത്തെ വിഷയം കണ്ണാണ്. വർദ്ധിച്ചു വരുന്ന കണ്ണിൻ്റെ കാഴ്ചക്കുറവ് ഇന്ന് വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളിലൊക്കെ, അംഗനവാടിയിൽ പഠിക്കുന്ന കുട്ടികൾ, LP UP സ്കൂളുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, മധ്യവയസ്കരിൽ താഴെ, അതിൻ്റെ മുകളിലേക്ക് ഒക്കെ കണ്ണട ഉപയോഗിക്കുന്നവരാണ്. ഇപ്പോൾ ഞാനും കണ്ണട ഉപയോഗിക്കാറുണ്ട്, എപ്പോഴും അല്ല, വായിക്കാനും എഴുതാനും ഉപയോഗിക്കാറുണ്ട്. പക്ഷേ 70 വയസ്സാകുകയാണ്. അതുകൊണ്ടുള്ള നമ്മൾ പ്രായത്തിൻ്റെതായ കാഴ്ചക്കുറവാണ് വന്നത്. അതേസമയത്ത് അങ്ങനെ ഒരു കാഴ്ചക്കുറവോട്ട് ഇല്ലതാനും, ചെറിയ അക്ഷരങ്ങൾ വായിക്കാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇന്നും കുഞ്ഞുമക്കളിൽ, അംഗനവാടി പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പോലും കണ്ണട വെച്ചാൽ പോകുന്നു. പലരെയും കാണുമ്പോഴും മനസ്സിലാകും. ധാരാളം കുഞ്ഞുമക്കൾക്ക് കണ്ണിന് കാഴ്ച കുറവാണ്. എന്താണ് കാരണം? നമ്മുടെ അടുക്കളയാണ് കാരണം. കുട്ടികൾക്ക് ആവശ്യമായ കണ്ണിന് കാഴ്ച ലഭിക്കുന്ന വൈറ്റമിനുകൾ, ഇലക്കറികൾ എല്ലാം നാം കൊടുത്തിരിക്കണം. അത് നാം മറന്നു പോകുന്നു. നമുക്ക് ഫാസ്റ്റ് ഫുഡ് മേടിച്ചു കൊടുത്ത് കുഞ്ഞുങ്ങളെ സ്നേഹത്തോടെ വളർത്തിക്കൊണ്ടുവരാം, മന്തി മേടിച്ച് കൊടുത്ത് വളർത്തിക്കൊണ്ടുവരാം. ഇതൊന്നും കഴിക്കരുതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സ്ഥിരമായിട്ട് അത് തന്നെയായാൽ, പച്ചക്കറികൾ ഒന്നും ഉപയോഗിക്കുന്നില്ല എങ്കിൽ ഉറപ്പായിട്ട് കണ്ണിൻ്റെ കാഴ്ച കുറയും. ആ കാഴ്ച കുറയാതിരിക്കാനായിട്ട് ഇനിയെങ്കിലും നമുക്കൊന്ന് ശ്രമിച്ചുകൂടെ? ഈ ക്ലാസ് മുഴുവൻ കേൾക്കുക. അതിൽ ഓരോ നിർദ്ദേശങ്ങൾ ഞാൻ നൽകുന്നുണ്ട്. അത് മുഴുവൻ കേൾക്കുകയും അത് ജീവിതത്തിൽ പ്രായോഗികമാക്കാനുള്ള നല്ല തീരുമാനങ്ങളും ചിന്തകളും എടുക്കണം. ഇപ്പോൾ പ്രധാനമായിട്ടും വൈറ്റമിൻ എ നമുക്ക് ആവശ്യമാണ്. അതിൽ പഴവർഗ്ഗങ്ങളുണ്ട്. എല്ലാ പഴവർഗ്ഗങ്ങളും നല്ലതാണ്. പ്രത്യേകിച്ച് റംബുട്ടാൻ, ഡ്രാഗൺ ഫ്രൂട്ട്, ഓറഞ്ച്, മുസാമ്പി ഒക്കെ നമുക്ക് നല്ലതാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ പഴവർഗ്ഗങ്ങൾ കൊടുക്കാൻ മറക്കരുത്. ഇലക്കറികൾ ധാരാളമായി കൊടുക്കാൻ മറക്കരുത്. ഇന്ന് പല അമ്മമാരുടെയും വലിയ സങ്കടം ഇതാണ്. അവർക്ക് മാംസ്യാഹാരങ്ങൾ ഇല്ലെങ്കിൽ കഴിക്കാൻ പറ്റില്ല, പച്ചക്കറി വേണ്ട, പച്ചക്കറി തീരെ കഴിക്കില്ല. പക്ഷെ നിങ്ങൾ ഓർക്കണം, ഈ കർണാടക പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന കഠിനമായ വിഷമടിച്ച പച്ചക്കറികൾ വാങ്ങിക്കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ക്യാൻസർ നാം കാശ് കൊടുത്ത് വാങ്ങുന്നു എന്ന ചിന്ത അവഗണിക്കരുത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ചീര, പല കളറിലുള്ള, പല നിറത്തിലുള്ള ചീരകൾ നമുക്ക് വിത്തിട്ടാൽ ഉണ്ടാക്കാം. അത്യാവശ്യം എല്ലാ പച്ചക്കറികളും നമുക്ക് വീടുകളിൽ ഉണ്ടാക്കാം. എന്നാൽ ഒരു കുഞ്ഞു വീടിന് കഴിയാനുള്ള പച്ചക്കറികൾ അന്നന്ന് പറിച്ചെടുത്ത്, മരുന്നടിക്കാത്ത പച്ചക്കറികൾ പറിച്ചെടുത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ കഴിയണം. അത് മക്കളെ കൊണ്ട് നമ്മൾ ചെയ്തിരിക്കണം. ഇപ്പോൾ കണ്ണിൻ്റെ കാഴ്ച കുറവ് പല വൈറ്റമിൻ്റെ അഭാവങ്ങളാണ് എന്ന് ആദ്യം നാം മനസ്സിലാക്കുക. അതിലേറ്റവും പ്രധാനം, ആ വൈറ്റമിനെ പ്രദാനം ചെയ്യാനായിട്ട് ഏറ്റവും നല്ല മാർഗം, എല്ലാ ദിവസവും കുഞ്ഞുങ്ങൾക്കൊരു ക്യാരറ്റ് ജ്യൂസ് കൊടുക്കുക. വലിയവരും കഴിക്കുക ക്യാരറ്റ് ജ്യൂസ്, ഒരു ഗ്ലാസ് ക്യാരറ്റ് ജ്യൂസ്. അത് മസ്റ്റാക്കുക. അത് നന്നായിട്ട്, ഈ പുറമേ നിന്ന് വരുന്ന ആണല്ലോ, എപ്പോഴും നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതായിരിക്കില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു 5 മിനിറ്റ് ഉപ്പ് വെള്ളത്തിലിട്ട് വെക്കുക. നന്നായി കഴുകുക. കഴുകിയതിന് ശേഷം ഒരു 3-4 പ്രാവശ്യം കഴുകണേ. എന്നിട്ട് ചെറു കഷ്ണങ്ങളാക്കി മുറിച്ച്, ഒരു ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളമൊഴിച്ച്, മധുരം വേണമെങ്കിൽ കൽക്കണ്ടം ചേർത്ത് ഒരു ജ്യൂസ് അടിച്ചങ്ങ് കൊടുക്കുക. വളരെ ഫലപ്രദമാണ്. വൈറ്റമിൻ എ പ്രദാനം ചെയ്യുവാനും കണ്ണിൻ്റെ കാഴ്ച വർദ്ധിപ്പിക്കുവാനും വളരെ നല്ലതാണ്. അപ്പോൾ അത് മറന്നു പോകാതെ ചെയ്യാനായിട്ട് ഇന്നു മുതലെങ്കിലും നിങ്ങൾ ശ്രമിക്കുക. എൻ്റെ ഈ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ ആ കേൾക്കുന്ന മുഴുവൻ ആളുകളും
1,00,000 പേര് കണ്ടാലും അവരുടെ എല്ലാവരുടെയും വീടുകളിൽ ഇത് പ്രാവർത്തികമാക്കാനായിട്ട് നിങ്ങൾ ആ കേൾക്കുന്ന നിമിഷം മുതൽ ശ്രദ്ധിക്കണം. രണ്ടാമത്തത് പുന്നയില. അത് കണ്ണിൻ്റെ കാഴ്ച കുറവ് വന്നാൽ ഉപയോഗിക്കാവുന്ന ഒന്നാണ്, അല്ലെങ്കിൽ കുറവ് തുടങ്ങുമ്പോൾ ഉപയോഗിക്കാവുന്ന ഒന്നാണ്. ആദ്യമേ പോയി ചാടിക്കയറി കണ്ണട വെക്കാതിരിക്കണം, നല്ലതാണ്. എന്താ കാരണം, കണ്ണട വെച്ച് കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ കണ്ണട മാറ്റാൻ പറ്റാതെ വരും. പിന്നെ പവർ കൂടിയ കണ്ണടകളിലേക്ക് സ്റ്റെപ്പായിട്ട് കടന്നു പോകും. അതിലും നല്ലത് നമുക്ക് ചെറിയ പ്രശ്നങ്ങൾ നമുക്ക് തോന്നുമ്പോൾ, അകലക്കാഴ്ച കുറവോ അടുത്ത കാഴ്ച കുറവോ ഒക്കെ വരികയാണ് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് പുന്ന ഇല, എൻ്റെ ചിത്രം ഞങ്ങൾ ഈ വീഡിയോയിലിടാം. ആ ഇല ഒരു 5-6 തലേ ദിവസം അത് കഴുകിയിട്ട് മുങ്ങിക്കിടക്കാവുന്ന വെള്ളത്തിലിട്ട് വെക്കുക, മൂടി വെക്കുക. അഴുക്കുള്ള വെള്ളമാവരും, നല്ല വെള്ളമായിരിക്കണം. എന്നിട്ട് ആ വെള്ളം കൊണ്ട് കണ്ണു കഴുകാം, വെള്ളം നമുക്ക് കുടിക്കാം, കണ്ണ് കഴുകാനും ഉപയോഗിക്കാം. അത് വളരെ നല്ല ഒരു പ്രായോഗികമായി ചെയ്യാൻ പറ്റുന്ന ഒരു ഗൃഹവൈദ്യമാണ്. മറ്റൊന്ന്, നല്ല മുല്ലപ്പൂവ്. എല്ലാ ദിവസവും രാത്രി കിടക്കാൻ നേരത്ത് കണ്ണടച്ച് പിടിച്ചിട്ട് അതിൻ്റെ മേളിൽ 2 മുല്ലപ്പൂ വെച്ചിട്ട് ഒരു ചെറിയ തുണി കൊണ്ട് ഒരുപാട് ടൈറ്റ് ചെയ്യാതെ ഒന്ന് കുട്ടിക്കെട്ടിയൊക്കെ ചാടിപ്പോവാതേക്കാണ്. ആ മുല്ലപ്പൂ നേരം വെളുക്കുന്നവരെ ആ കണ്ണിൽ മുകളിലിരിക്കട്ടെ. കണ്ണിൻ്റെ കാഴ്ച വർദ്ധിപ്പിക്കാനായിട്ട് വളരെയധികം സഹായിക്കും. മറ്റൊന്ന്, നന്ദ്യാർ വട്ടപ്പൂ എന്ന് പറയുന്നത് കുറേ ടൈപ്പുണ്ട്. ചെറിയ പൂക്കളായിരിക്കും, ചെറിയ ദളങ്ങളുള്ള ചെറിയ പൂക്കളായിരിക്കും. ചിലർ പറയും ഈ പച്ച കളറിലൊരു ചെടിയിൽ 5 ഇതളായിട്ട് വെക്കുന്ന ചെറുതുണ്ട്, നമ്മൾ ഉരുട്ടിയൊക്കെ വെട്ടുന്ന, അതല്ല. നന്ദ്യാർ വട്ടം വേറെയാണ്. സംശയമുള്ളവർക്ക് അതിൻ്റെ പൂവും കൂടെ ഞങ്ങൾ ഈ ഇതിലിട്ട് തരാം. അതിൻ്റെ ഫ്രണ്ടിൽ അതിൻ്റെ പൂവിടാം, അത് കാണണം. മുല്ലപ്പൂവിൻ്റെ കാര്യം പറയുമ്പോൾ ഓർക്കണം, മുല്ലപ്പൂ കടയിൽ നിന്ന് മേടിക്കരുതേ. അത് കേടാവാതിരിക്കാൻ ചില വിഷം അടിക്കുന്നുണ്ട്, അത് കൊള്ളില്ല. അപ്പോൾ നമ്മളുടെ പറമ്പിൽ കിട്ടുന്ന നല്ല വാടാർമുല്ലയോ അന്തിമുല്ലയോ എന്തായാലും വേണ്ടില്ല, ഒരു മുല്ലച്ചെടി വളർത്തുന്നത് നല്ലത്. നല്ല സ്മെല്ലും വളരെ ഈ ഒരു കാര്യത്തിന് വളരെ അത്യന്താപേക്ഷിതമായ ഒന്നുമാണ്. മുടിയിൽ ചൂടാനും പെൺകുട്ടികൾ ഉപയോഗിക്കുമല്ലോ, അതുകൊണ്ട് ഒരെണ്ണം വെച്ച് പിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം മുല്ലപ്പൂ ഉപയോഗിക്കാം, നന്ദ്യാർ വട്ടപ്പൂ ഉപയോഗിക്കാം. പിന്നെ അതുകൂടാതെ വരാചൂർണം, അഥവാ അതിനകത്ത് ഇൻഗ്രീഡിയൻസ് താന്നിക്ക, നെല്ലിക്ക, കടുക്കയാണ്. ഈ താന്നിക്ക, നെല്ലിക്ക, കടുക്ക പൊടിച്ചെടുക്കുമ്പോൾ നമ്മൾ കുറേ പഠിക്കാനുണ്ട്. അതിനകത്ത് ശുദ്ധീകരണ പ്രക്രിയയുണ്ട്, ശുദ്ധി ചെയ്യണം. ശുദ്ധി ചെയ്തെങ്കിൽ മാത്രമേ അത് നന്നാവുകയുള്ളൂ. അത് പ്രായോഗിക ബുദ്ധിമുട്ട് നമുക്കുള്ളത് കൊണ്ട് നല്ല കമ്പനി, ക്വാളിറ്റിയുള്ള മരുന്ന് വിൽക്കുന്ന നാഗാർജുന പോലെയുള്ള ഷോപ്പുകൾ, അവിടുന്ന് ഒരു വരാചൂർണം വാങ്ങിക്കുക. ഞാൻ അങ്ങനെ പറയാൻ കാരണം, നാഗാർജുന എന്ന പ്രസ്ഥാനത്തെ അല്ല പ്രോത്സാഹിപ്പിക്കുന്നത്, അതുതന്നെയാണെന്ന് തോന്നണ്ട. മറിച്ച് ഈ ലോക്കൽ കടകളിൽ 60% വരെ കമ്മീഷൻ കിട്ടും. ആർക്ക്? കച്ചവടക്കാർക്ക്. കച്ചവടക്കാർ ഏറെ ആഗ്രഹിക്കുന്നത് ഏറ്റവും കൂടുതൽ കമ്മീഷനുള്ള മരുന്ന് വിൽക്കുക എന്നാണ് അവർക്കേറെ താല്പര്യമുള്ളതും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഒരിക്കലും ഞാൻ ഇന്നടത്തുനിന്നേ വാങ്ങാവുള്ളൂ അങ്ങനെയൊന്നും പറയാറില്ല. പക്ഷെ നമ്മൾ ഓർക്കണം, ക്വാളിറ്റിയുള്ള മരുന്ന് വാങ്ങി ഉപയോഗിക്കണം. അപ്പോൾ വരാചൂർണം ഒരു പൊടി വാങ്ങിക്കുക. ആ പൊടി ഒരു സ്പൂൺ ചൂടുവെള്ളത്തിൽ കഴിക്കാനും നല്ലതാണ്, വയറ് ശുദ്ധീകരിക്കാൻ നല്ലതാണ്. ആ പൊടി കണ്ണിന് നല്ലതാണ്. ആ ഒരു സ്പൂൺ പൊടിയിട്ട് 1 ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് നന്നായി തണിയിച്ച ശേഷം ആ വെള്ളം കൊണ്ട് കണ്ണ് കഴുകുക. ദിവസം 1 നേരം ചെയ്താൽ മതി. അങ്ങനെ നമുക്ക് കണ്ണിനെ പരിപാലിക്കാനാകും. മാത്രവുമല്ല, ഇപ്പോൾ വലിയ പ്രശ്നം പ്രായമായവർ ഈ വീഡിയോ കാണുമ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ കണ്ണിന് തിമിരം വന്നിട്ട് ഒന്നും പറഞ്ഞില്ലല്ലോ എന്നോർക്കും. അതിന് അവനവൻ്റെ മൂത്രം, പച്ചക്കറി കഴിക്കുന്നവരായിരിക്കണം. അല്ലെങ്കിൽ ഈ എടുക്കുന്ന മൂത്രത്തിൻ്റെ തലേന്ന് പച്ചക്കറി മാത്രം കഴിക്കുക. അപ്പോൾ അങ്ങനെ കഴിച്ചാൽ മാത്രമേ അതുകൊണ്ട് കാര്യമുള്ളൂ. അതുകൊണ്ട് നോൺ കഴിച്ചതിന് ശേഷം നമ്മൾ ഇത് കഴിക്കരുത്. നോൺ വെജ് കഴിച്ചതിന് ശേഷം യൂറിൻ എടുക്കരുത്. അപ്പോൾ ആദ്യത്തെ മൂത്രം, രാവിലത്തെ ആദ്യത്തെ മൂത്രം, അതിൽ ലേശം കളഞ്ഞിട്ട് ആദ്യം കുറച്ച് ഒഴിച്ച് കളയുക. അതിന് ശേഷമുള്ള 2-3 തുള്ളി യൂറിൻ ഒരു ഫില്ലറിലാക്കി 2 കണ്ണിലും ഒന്നിറ്റിക്കുക. ആ തിമിരത്തിനെ ശമിപ്പിക്കാനായിട്ട്, കുറയ്ക്കാനായിട്ട് സഹായിക്കും. പിന്നെ പച്ചവെള്ളം കൊണ്ട് മുഖം കഴുകുക, കണ്ണിനും കുളിർമ കൊടുക്കുക. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ
നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ പച്ചവെള്ളം എടുത്തൊന്ന് മുഖം കഴുകിക്കുക. ആ കണ്ണിനൊരു കുളിർമ കിട്ടും. നല്ലതാണ്. അങ്ങനെ കണ്ണിന് കുളിർമ കിട്ടി, കണ്ണിനാവശ്യമായ വൈറ്റമിൻ പ്രദാനം ചെയ്ത്, കണ്ണിനാവശ്യമായ ആരോഗ്യം പ്രദാനം ചെയ്ത്, അതിനുള്ള ആവശ്യമായ ഭക്ഷണ രീതികൾ നമ്മൾ ജീവിതത്തിൽ ക്രമീകരിച്ചുകൊണ്ട് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയെ വർദ്ധിപ്പിക്കാം. ഇന്ന് കണ്ണട വെച്ച് തുടങ്ങുന്ന കുഞ്ഞുങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ണടയ്ക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ഇതൊന്നൊരു 10-15 ദിവസം പരീക്ഷിച്ച് പടിപടിയായി കയറി വരാനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് അതുകൊണ്ട് വളരെ ഗുണകരമാണ്. നമ്മൾ കണ്ണട വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുഞ്ഞുനാളിൽ ഇപ്പോൾ അംഗനവാടി പഠിക്കുന്ന ഒരു കുഞ്ഞിന് ആ പ്രായത്തിൽ കണ്ണട വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി ഒരു 10ലേക്ക് എത്തുമ്പോൾ നല്ല ഹൈ പവറിലേക്കുള്ള ഗ്ലാസ്സായി മാറി വരും. ഇന്ന് വർദ്ധിച്ചു വരുന്ന ഒരു പ്രയാസമാണ് ഈ കണ്ണിൻ്റെ കാഴ്ചക്കുറവ്. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, പഴവർഗ്ഗങ്ങൾ നമ്മളെ ആശ്രയിക്കണം. ആ പഴവർഗ്ഗങ്ങൾ നമുക്ക് ഒത്തിരി കണ്ണിനെ ആരോഗ്യം വർദ്ധിപ്പിക്കാനുള്ള വൈറ്റമിനുകൾ പ്രദാനം ചെയ്യുന്നുണ്ട് എന്ന നല്ല ചിന്ത നമുക്കുണ്ടാവണം. അതുകൊണ്ട് അത് ഉപയോഗിക്കാനായിട്ട് നിങ്ങൾ മടിക്കരുത്, മറക്കരുത്. മുല്ലപ്പൂ ഉപയോഗിക്കുമ്പോൾ കടയിൽ നിന്ന് വാങ്ങി വിഷമടിച്ച മരുന്നടിച്ച സാധനമൊന്നും വാങ്ങി വെക്കരുതേ. നമ്മൾ വളർത്തി ചെയ്ത് തന്നെ വേണം. അപ്പം ഇതൊക്കെ വീടിൻ്റെ മുറ്റത്ത് വെച്ച് പിടിപ്പിക്കുമ്പോൾ വീട് തന്നെ മനോഹരമാകും. വീട് തന്നെ ആ പരിസരമൊക്കെ വൃത്തിയാക്കി ഇതൊക്കെ വെച്ച് പിടിപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള ഒരു ആഗ്രഹവും താല്പര്യവും ഒക്കെ വരും. നെന്തിയാർവട്ടപ്പൂവ് പലർക്കും സംശയമുള്ളതായതുകൊണ്ട് ഞാനതിൻ്റെ പിക്ചർ ഇടുന്നുണ്ട്. ആ പിക്ചർ കണ്ട് മാത്രമേ നിങ്ങൾ എടുക്കാവുള്ളൂ എന്ന് കരുതണം. കാരണം സുഗന്ധ റോസ് എന്ന് പറയുന്ന ഇനവും നന്ദ്യാർവട്ടത്തിൻ്റെ ഏറ്റവും വലിയതാണ് സുഗന്ധ റോസ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ആ ചെടിയുടെ പൂവ് കൂടെ ഈ അവസരത്തിൽ ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കണ്ണിൻ്റെ കാഴ്ച വർദ്ധിപ്പിക്കാനായിട്ട്, കണ്ണിൻ്റെ കാഴ്ച അത്രയും നമുക്ക് കാലം കണ്ണട വെക്കാതെ പോകാനായിട്ട് നമുക്ക് ശ്രമിക്കണം. ഞാൻ ഓർത്തു പോവുകയാണ്, നമ്മളുടെ ട്രൈബൽസ്, ആദിവാസി മേഖലയിലുള്ള ഉന്നതകളിൽ താമസിക്കുന്ന പ്രായമായ ആളുകൾ കണ്ണട വെച്ച് പത്രം വായിക്കാറില്ല. കാരണം അവർക്ക് കാഴ്ചക്കുറവുണ്ട് ഇല്ല, അവർക്ക് കാഴ്ചയുണ്ട്. അതിന് പ്രധാന കാരണം അവരുടെ വീടുകളിൽ ഈ ചപ്പുകളും ഇലകളും മറ്റു സാധനങ്ങളൊക്കെ കിട്ടൂ. പ്രകൃതിയിലുള്ള സാധനങ്ങൾ മാത്രമാണ് അവരെടുത്ത് ഭക്ഷിക്കാൻ മിക്കവാറും. ഇപ്പോൾ ചെറുപ്പക്കാർ ഒരു 100 രൂപയ്ക്ക് ചിക്കനൊക്കെ പാർട്സും ഒക്കെ മേടിച്ചു പോകുന്നവരുണ്ട്. കുറച്ച് കള്ളും കുടിച്ച് ഇതൊക്കെ വാങ്ങിപ്പോകും വീട്ടിലേക്ക്. അപ്പോൾ നമുക്കൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പോഷായ ജീവിതം, അമിത മാംസ്യാഹാരങ്ങൾ, അമിത ഫാസ്റ്റ് ഫുഡുകൾ, വെള്ളം കുടിയുടെ കുറവ്, കുട്ടികളുടെ ടേസ്റ്റ് അനുസരിച്ച് ഉള്ള ഭക്ഷണം ഉണ്ടാക്കൽ, കുട്ടികൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയിട്ടുള്ള ഹോട്ടലുകൾ തിരഞ്ഞെടുത്തിട്ടുള്ള യാത്രകൾ എല്ലാം നമുക്ക് ആപത്തുകളിലേക്ക് നയിക്കുന്നു എന്ന ചിന്ത വെടിയാതെ, മറക്കാതെ ഞാൻ നൽകിയ ഈ കുഞ്ഞു നിർദ്ദേശങ്ങൾ, ഈ എളിയ ഗ്രഹവൈദ്യ അറിവുകൾ ജീവിതത്തിലൊന്ന് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചേ. അങ്ങനെ നിങ്ങളുടെ കണ്ണിന് കുളിർമയും കണ്ണിന് നല്ല കാഴ്ചയും കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം.